പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയക്കൊടി പാറിക്കാൻ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ്. കപ്പടിക്കാനുള്ള തീവ്ര പരിശീലനത്തിലാണ് തുഴച്ചിലുകാർ. ഈ മാസം 30-ന് പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി മത്സര വള്ളംകളിയിൽ വിജയക്കൊടി പാറിക്കാൻ തീവ്ര തുഴച്ചിൽ പരിശീലനം പൂർത്തിയാക്കി വരികയാണ് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ്. 5 വിളക്കിന്റെ നാടായ ചങ്ങനാശ്ശേരിയുടെ പെരുമ ലോകം മുഴുവൻ എത്തിക്കുന്നതിനും മാനവികത വളർത്തുന്നതിനും ജീവകാരുണ്യ പ്രവർത്തനം നടപ്പിലാക്കുന്നതിനുമായാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള റേഡിയോ മീഡിയ വില്ലേജിന്റെ ആഭിമുഖ്യത്തിൽ ചമ്പക്കുളം ചുണ്ടനിൽ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് മത്സരത്തിന് ഇറങ്ങുന്നത്. വളരെ ആവേശം ജനിപ്പിക്കുന്ന വള്ളംകളിയിൽ ചങ്ങനാശ്ശേരിയിൽ നിന്നും ഇപ്രാവശ്യം ഒരു പങ്കാളിത്തം ഉറപ്പിച്ചുകൊണ്ടാണ് മീഡിയ വില്ലേജ് നേതൃത്വം കൊടുത്തുകൊണ്ട് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് എന്ന പേരിൽ പുതിയൊരു സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. ഇത് 2ാമത്തെ വർഷമാണ് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. പരമാവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. വള്ളംകളിയിൽ നിന്ന് മിച്ചം കിട്ടുന്ന തുക കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുക എന്ന ഒരു ലക്ഷ്യവും മീഡിയ വില്ലേജ് ഇപ്രകാരം ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നതിൻ്റെ പിന്നിലുണ്ട്. ഇത് ജനപങ്കാളിത്തത്തോടെ നടത്തുന്ന വലിയൊരു സംരംഭമാണ്. തീർച്ചയായും ജനങ്ങൾ എന്നും മീഡിയ വില്ലേജിനോടൊപ്പമുണ്ട്, റേഡിയോ മീഡിയ വില്ലേജിനോടൊപ്പമുണ്ട്. ജനങ്ങൾ നമ്മോടൊപ്പം ഉണ്ടാകുന്നിടത്തോളം കാലം ഇത് തുടർന്നുകൊണ്ട് പോവുക തന്നെ ചെയ്യും. കിടങ്ങറ, കാവാലം, രാമങ്കരി തുടങ്ങി പമ്പയാറിന്റെ കൈവഴികളിലാണ് ഇവരുടെ പരിശീലന തുഴച്ചിൽ. കഴിഞ്ഞ വർഷമാണ് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് ആദ്യമായി നെഹ്റു ട്രോഫി മത്സര വള്ളംകളിയിൽ ഇറങ്ങുന്നത്. 83 തുഴച്ചിൽക്കാർ, 5 അമരക്കാർ, 9 താളക്കാർ എന്നിവർ ചമ്പക്കുളം ചുണ്ടനെ പുന്നമടയിൽ നയിക്കും. തുഴച്ചിൽക്കാർക്ക് കഠിന പരിശീലനവും നല്ല ഭക്ഷണവുമാണ് ക്ലബ്ബ് നൽകുന്നത്. പുലർച്ചെയും വൈകുന്നേരവുമാണ് പരിശീലനം. 20 days ആയിട്ട് നല്ല കഠിനമായിട്ടുള്ള നല്ല ട്രെയിനിങ് ആണ് കിട്ടിയിരിക്കുന്നത്. 100ഓളം നല്ല ചുണക്കുട്ടന്മാരുടെ ടീമാണ് നമ്മൾ ഈ പ്രാവശ്യം സജ്ജമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 9th പൊസിഷനിൽ വന്നിരുന്നു. അതൊരു തുടക്കമായിരുന്നു. ഈ പ്രാവശ്യം ഫസ്റ്റ് അടിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫിയിൽ പങ്കെടുത്ത CBCയുടെ ചെലവ് കഴിച്ചുള്ള മിച്ചം തുക ക്യാൻസർ കെയർ ഫണ്ടിനായി മാറ്റിയിരുന്നു. ഈ വർഷം മിച്ചം വരുന്ന തുക ഭവനരഹിത കുടുംബങ്ങളെ സഹായിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്തു നിന്നും ടോമി മാങ്കൂട്ടം.